നമസ്കാരം. അനസ് പാണാവളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമസ്കാരം. ഇപ്പൊ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം ബിനീഷ് ബാസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, അദ്ദേഹം ഒരു ആക്ടറാണ്. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ഒരു ബിനീഷ് ബാസ്റ്റ്യൻ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു അനസ് എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട് 30,000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കടത്തില് അവസാനം 25,000 രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു ബിനീഷ് ബാസ്റ്റിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ആ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അനസ് എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രൊഫൈലില്. എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ വില മനസ്സിലാകും എന്നൊക്കെ ഉള്ളൊരു പോസ്റ്റാണ്. എന്റെ സുഹൃത്തിന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിനെതിരായിട്ട് ഈ ഒരു ബിനീഷ് ബാസ്റ്റിനും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് നമുക്ക് ആദ്യം വായിക്കാം. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റ് മുടങ്ങിയിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് വീണ്ടും മാസം കഴിഞ്ഞു. ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്ന്. പിന്നീട് എൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. ഞാൻ സുഹൃത്ത് എന്ന നിലയിൽ സഹായിച്ചതാണ്. ഞാൻ പലിശയ്ക്ക് കൊടുത്ത പൈസയല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇനിയും എൻ്റെ കാശ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ച് തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. നുണ പറഞ്ഞ കാശ് മേടിച്ചതാണ് ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് പഴയ സൗഹൃദം പുതുക്കാനാണ് ആ ഒരു പോസ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ, ഈ ഒരു ബിനീഷ് ബാസ്റ്റിന്റെ സുഹൃത്തായ അനസ് ഒരു 30,000 രൂപ ഈ ഒരു ബിനീഷ് ബാസ്റ്റിന്റെ കടം മേടിച്ചിരുന്നു. ആ ഒരു കടം ചോദിച്ച അവസാനം 25,000 രൂപ കൊടുത്തു. പിന്നെ ബാക്കി 5,000 രൂപ കൂടി കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെയാണ് ബിനീഷ് ബാസ്റ്റിന് ആ ഒരു പോസ്റ്റിൽ കുറിച്ചേക്കുന്നത്. കടം കൊടുക്കുന്ന വ്യക്തികൾക്ക് അറിയാലോ കടം തിരിച്ചു മേടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അനുഭവിക്കുന്നവർക്ക് അറിയാം, അനുഭവിച്ചവർക്കും അറിയാം. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു സമയത്ത് 25,000 രൂപ കൊടുത്തു. അതിനുശേഷം 5,000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ബാലൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി, പൈസ മേടിച്ച വ്യക്തി, ഇനി 5,000 രൂപയും കൂടി കൊടുക്കാനുള്ളൂ. അപ്പോൾ ആ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്ത അവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാം. നമസ്കാരം. അനസ് പാണാവളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 2 പെൺമക്കളും ഭാര്യയും പിതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണ്. എന്റെ ഉപജീവനം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ കൂടിയാണ്. ഇന്നിപ്പോ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന്റെ ഒരു പോസ്റ്റ് ആളുകൾക്ക് ഇടയിലുണ്ടായ തെറ്റിദ്ധാരണ വലുതാണ്. എന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയും എന്നെ പേഴ്സണലായി വ്യക്തിഹത്യ എന്നെയും കുടുംബത്തെയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 15 വയസ്സുള്ള ഒരു പെൺകുട്ടി കടം മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. അത് 1 രൂപയാണെങ്കിൽ പോലും തിരിച്ചു കൊടുക്കണം. നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പറയില്ല, കടം മേടിച്ച് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളായിരിക്കും തെണ്ടികള്. കാരണം അനുഭവങ്ങളാണത്. കടം മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് ആ ഒരു സമയത്ത് കടം എങ്ങനെയെങ്കിലും കിട്ടിയാൽ ആ ഒരു പൈസ കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ പൈസ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് എന്നൊന്നും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ ബിനീഷ് ബാസ്റ്റിൻ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം കടം കൊടുത്തിട്ട് അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ സ്വന്തം ചേച്ചി ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപ കൊടുത്ത ശേഷം ആ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേസുമായിട്ട് നടക്കുകയാണ്. അറിയോ, വണ്ടി ചെക്ക് കൊടുത്ത് എൻ്റെ ചേച്ചിയെ പറ്റിച്ചു, എൻ്റെ ചേട്ടനെ പറ്റിച്ചു. അതിന്റെ പുറകെ ഇപ്പൊ അവർ നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ. അതും BSNL ജോലി, ഗവൺമെന്റ് ജോലി, എത്ര 1 ലക്ഷത്തിന് 2 ലക്ഷം അടുപ്പിച്ച് എന്താ സാലറി ഉണ്ട്, എത്രയോ വർഷമായി. അവർ എന്നിട്ട് ഇത്രയും നാളായിട്ട് എൻ്റെ ചേച്ചിയുടെ പൈസ കൊടുത്തിട്ടില്ല. അത് പോരാഞ്ഞിട്ട് വേറൊരാള് വീട്ടിൽ വന്നിട്ട് ഇന്നതുപോലെയാണ്, കാശ് കുറച്ച് അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് PF-ന്റെ പൈസ ഉണ്ടായിരുന്നത് ഇന്ന് 1 മാസത്തിനുള്ളിൽ തരാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച പൈസയാണ്. ഇപ്പൊ തന്നെ 4-5 വർഷം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കൊടുത്തിട്ടില്ല. അതിന് 10,000 20,000 രൂപ എന്തോ കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അപ്പം ബിനീഷ് ബാസ്റ്റിൻ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഓരോ ആൾക്കാരും 1 രൂപ സമ്പാദിക്കുന്നതും അവരുടെ കഷ്ടപ്പാടിൽ നിന്നാണ്, അല്ലാണ്ട് ചുമ്മാതിരുന്നിട്ട് ഉണ്ടാക്കുന്ന പൈസയല്ല. എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി 2025 ഓഗസ്റ്റ് 16-ാം തീയതി എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. 3 മാസത്തെ സാവകാശം
നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയണേ എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞ്, അപ്പൊ ആ ശരി എന്ന് പറഞ്ഞ പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷ എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ഉപജീവന മാർഗവുമാണ്. ആ ഓട്ടോറിക്ഷ കാരണം 5 ജീവിതങ്ങളും അതിലുപരി വേറെ ഒരുപാട് ആളുകളും ജീവിക്കുന്നതാണ്. അതെനിക്ക് വലിയ വിഷമുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹവുമായി ഒരു വാക്ക് തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്നെ വന്ന് കണ്ട് കല്യാണം വിളിച്ച്. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു വിഷമം ഇതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇന്ന് ബിനീഷിന്റെ പോസ്റ്റില് ആളുകൾ ഞാൻ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിക്കുന്ന തരത്തില് തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് രൂപയും കൊടുക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 25,000 രൂപയും കൊടുക്കത്തില്ല. അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു 5,000 രൂപ അത് ഇത്രയും എന്താ പറയുക, ചില ആൾക്കാർ പറയും ഓ കുഴപ്പമില്ലടാ നിന്റെ ഇല്ലല്ലോ എന്ന്, ചില ആൾക്കാർ അങ്ങ് വിട്ടുകളയും, ചില ആൾക്കാർ വിട്ടുകളയത്തില്ല. കാരണം ഇത്രയെങ്കിലും കിട്ടിയതേ പുണ്യം, നമ്മൾ കൊടുത്തതിന്റെ പേരിൽ നമുക്ക് ഇത്രയും തിരിച്ചു കിട്ടിയതേ പുണ്യം എന്ന് വിചാരിക്കും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അവര് പിന്നീട് മിണ്ടാൻ വന്നാല് അവരുടെ മിണ്ടാതിരിക്കുന്ന ആ ഒരു സ്വഭാവമോ ഒന്നുമില്ല. പിന്നെ കാര്യം തോന്നിയതാണ് കേട്ടോ. 25,000 രൂപ കൊടുത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ 5,000 രൂപ എപ്പോഴായാലും കൊടുക്കും. അത് നമ്മളിങ്ങനെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഇടണ്ടായിരുന്നു. അത് ചിലപ്പോൾ അയാൾ ഇട്ടത് ആ ഒരു പോസ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പോസ്റ്റ് നമുക്ക് ബന്ധങ്ങളുടെ വില അറിയുന്ന ഒരു ദിവസം വരുമെന്ന് അദ്ദേഹം ഒരു സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പം നമ്മളെല്ലാവരും ഒരാളെ കുറ്റം പറഞ്ഞാലും ഒരു എന്താ പറയുക, കടം മേടിച്ച ആൾ ഇത്രയും ഈ 30,000 രൂപയിൽ 25,000 രൂപ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അതെപ്പോഴായാലും അയാൾ തിരിച്ചു കൊടുക്കും. കാരണം കൊടുക്കാത്ത ആളാണെങ്കിൽ ഒരിക്കലും കൊടുക്കത്തില്ല. എത്രയും വിളിച്ച് കരഞ്ഞ് നിലവിളിച്ച് നടന്നാലും അയാൾ 1 രൂപ പോലും കൊടുക്കത്തില്ല. കൊടുത്താലും ഒരു 5,000 രൂപയ്ക്ക് കൊടുക്കത്തുള്ളൂ. അപ്പം അദ്ദേഹം 25,000 രൂപ ഒരുമിച്ച് അയച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5,000 രൂപയുടെ കുറവാണ്. എത്രയും രൂപ നമ്മൾ ചുമ്മാണ്ട് കളയണ്ടേ, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ച് കളയണ്ടേ. എന്നാൽ നമ്മൾ അധ്വാനിച്ച പൈസയാണോ നമുക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അത് നമ്മൾ അത്രയും ഒരു 5,000 രൂപയുടെ വിലയേ ഉള്ളൂ ഒരു സുഹൃത്തിനെന്ന് തോന്നിപ്പോ. കാരണം അതാണ് അയാൾ ഉദ്ദേശിച്ചെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്റെ മാത്രം അഭിപ്രായമാണ്. എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി 2025 ഓഗസ്റ്റ് 16 എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. 3 മാസത്തെ സാവകാശം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയണേ എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞ്, അപ്പൊ ആ ശരി എന്ന് പറഞ്ഞ പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷ എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ഉപജീവന മാർഗവുമാണ്. ആ ഓട്ടോറിക്ഷ കാരണം 5 ജീവിതങ്ങളും അതിലുപരി വേറെ ഒരുപാട് ആളുകളും ജീവിക്കുന്നതാണ്. അതെനിക്ക് വലിയ വിഷമുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹവുമായി ഒരു വാക്ക് തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്നെ വന്ന് കണ്ട് കല്യാണം വിളിച്ച്. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു വിഷമം ഇതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഒരു 5,000 രൂപയുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ, 5,000 രൂപയുടെ വാല്യൂ ആണോ എനിക്ക് തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടായിരിക്കും അയാൾ ആ ഒരു എന്താ പറയാ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. മേടിച്ചിട്ട് സുഖിച്ച് അതിൽ എല്ലാം കഴിഞ്ഞിട്ടും പൈസ കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്.
നമ്മുടെ പൈസ, നമ്മൾ കഷ്ടപ്പെട്ട പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അവരോട് നമ്മൾ വേറെന്തോ ചെയ്യാൻ പോണ്, അവരുടെ കയ്യിലുള്ള പൈസ നമ്മൾ പിടിച്ചു മേടിക്കാൻ പോകുന്ന പോലെയാണ് അവരുടെ ഒരു ചിന്താഗതി. കാരണം നമ്മളുടെ പൈസ, നമ്മൾ ഒരു അത്യാവശ്യത്തിന് കടം കൊടുത്ത പൈസ, പിന്നെ അത് തിരിച്ചു മേടിക്കാൻ പെടുന്ന പാട് ഈ മേടിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. പിന്നെ ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം കൊടുത്ത പൈസ തിരിച്ചു മേടിക്കുന്നതും കൊടുക്കാതിരിക്കുന്ന ആളുടെ ഒരു തെറ്റ് തന്നെയാണ്. കാരണം നമ്മളൊരു ഡേറ്റ് പറഞ്ഞാൽ ആ ഒരു ഡേറ്റിന് കൊടുത്താൽ ആ ഒരു സുഹൃത്ത് ബന്ധം, പ്രത്യേകിച്ച് ഈ പൈസ, നമ്മൾ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊന്നുമല്ല, ഈ പൈസ കൊടുത്തിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നത്, അത് എത്രയോ വളരെ തെറ്റായിട്ടുള്ളൊരു ബന്ധമാണ്. കാരണം പൈസയിലാണ് പല സുഹൃത്ത് ബന്ധങ്ങളും ഇല്ലാണ്ടാകുന്നത്. അത് നമ്മുടെ കയ്യിൽ തെളിവാണ്. വർക്ക് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് അവിടെ വന്നിട്ട് നമ്മുടെ സ്വർണ്ണങ്ങളൊക്കെ ഓരോ ആൾക്കാർ പണയം വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കും. അവസാനം നമ്മുടെ സ്വർണ്ണം എടുത്തു തരാൻ വേണ്ടിയിട്ട് 1 വർഷമാവും, 2 വർഷമാവും, പിന്നെ ഇങ്ങനെ ചോദിച്ച് അവസാനം അവർക്ക് നമ്മളോട് ദേഷ്യം. കാരണം നമ്മുടെ പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ഒരു സ്വത്ത് അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇപ്പൊ സ്വർണ്ണ കൊലുസാണെങ്കിൽ സ്വർണ്ണ കൊലുസ്, ഇല്ലെങ്കിൽ നമ്മുടെ വളയാണെങ്കിൽ വള, ഇല്ലെങ്കിൽ മോതിരാണെങ്കിൽ മോതിരം, അങ്ങനെ പല സുഹൃത്ത് ബന്ധങ്ങളും ഇല്ലാണ്ടായിട്ടുണ്ട് ഈ ഒരു നമ്മുടെ സാധനങ്ങൾ തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് ഒരിക്കലും ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞതിനോട് ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ടുള്ള പോയിന്റാണ്. കാരണം കടം മേടിച്ചിട്ട് അത് മേടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന് വേദന അറിയത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എത്ര സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാണ്ടായി ഈ സ്വർണത്തിന്റെ പേരിൽ. അത് നമ്മുടെ സ്വർണം പണയം വെക്കാൻ മേടിച്ചിട്ട് തിരിച്ചത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുള്ള ഒരു പ്രശ്നം, അവർക്ക് തരാനുണ്ടാകുന്ന ഒരു മടി, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവർ ചേച്ചി നമുക്ക് ഇപ്പം ആവശ്യമുണ്ട്, നിങ്ങളൊന്ന് നമ്മുടെ സാധനം ഒന്ന് എടുത്തരോ ചേച്ചി, എന്നെടുത്തരോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ദേഷ്യം കാണണം. അവരുടെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് അവരോട് ചെന്ന് ചോദിക്കും പോലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും കടം കൊടുത്തിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കാൻ പാടില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. പൈസ കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്ന ഒന്നും നിലനിൽക്കത്തില്ല. അത് അല്പ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ഇട്ടുതരാം. അതുവരെ ടാറ്റ.